നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് തുളസിക്കതിരൊക്കെ പോലെ തുളസിക്കതിരിന് ഒരു ഭയങ്കര വലിയ റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും മെയിനായിട്ട് ഇവർ ഈ ഒരു ഡാൻസ് കണ്ടിട്ടായിരിക്കും വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എളുപ്പത്തിൽ കളിക്കാൻ പറ്റുക. അതിനുശേഷം നമ്മൾ പല ട്യൂട്ടോറിയൽ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം അത്രയും ഒരു ഈസി ആയിട്ടൊന്നുമല്ല, കുറച്ചും കൂടെ ഒക്കെ പാടുള്ള സംഭവങ്ങളാണല്ലോ. എങ്കിലും നമ്മളെല്ലാവരും പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. എങ്കിലും തുളസിക്കതിര് പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ശ്രീകൃഷ്ണൻ്റെ വേറൊരു പാട്ടുമായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായിട്ടുള്ള പാട്ട്, അതും ശ്രീ അനൂപ് ശങ്കർ ആലപിച്ച പാട്ട്. അതിന് നമുക്ക് എങ്ങനെ നൃത്തം ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഷോർട്സിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ളൊരു രീതിയിൽ ഡാൻസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പാട്ടിട്ട് കളിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു പാട്ടിട്ട് കളിച്ചതിനകത്ത് ദേണ്ടേ ഈ കുട്ടിയാണ് അത് കളിച്ചിട്ടുള്ളത്. അത് കൊച്ചിനാണെങ്കിൽ കാല് വയ്യ, ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിന് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു. എങ്കിലും കൃഷ്ണൻ്റെ പാട്ടല്ലേ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കൊച്ച് കളിച്ചതാണ്. അപ്പോൾ ട്യൂട്ടോറിയലിന് ഞാൻ കൊച്ചിനെ കഷ്ടപ്പെടുത്തുന്നില്ല, എന്നാലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. നമ്മുടെ വേറെ വീഡിയോസിലും പമ്പാ ഗണപതിയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ. അപ്പോൾ ഡാൻസ് കളിച്ചിട്ടുള്ളത് കൊച്ചു കാല് വയ്യാതിരുന്നിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കളിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഇൻട്രോയിൽ കൊച്ചിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശരി പൊയ്ക്കോ. അപ്പോൾ നമുക്ക് പഠിച്ചാലോ. അപ്പോൾ ആദ്യം നമ്മൾ അരമണ്ഡലത്തിൽ, അവൾക്ക് കാല് വയ്യാതിരുന്നത് കൊണ്ട് തന്നെ താഴെ മുഴുമണ്ഡലത്തിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ശരിക്കും നടക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അരമണ്ഡലത്തിലിരുന്നിട്ടാട്ടോ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഞാനിപ്പം നിങ്ങൾക്ക് താഴെ ഇരുന്നിട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങളൊരു റൈറ്റ് മുട്ട് കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് പാട്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് നമ്മുടെ താത്തയെ തെയ്ത്താം. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ആദ്യം റൈറ്റ് കാല് ചവിട്ടും, ചേർത്ത് ചവിട്ടും കാല്. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പിട്ട് വീണ്ടും റൈറ്റ് കാല് ചവിട്ടും, ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും, ഫ്രണ്ടിലത്തെ കാല് ചവിട്ടും. ഇനി ലെഫ്റ്റ് കാല് അവിടെ ചവിട്ടും, ഒരു ഗ്യാപ്പിട്ട് ചവിട്ടും, റൈറ്റ് കാല് ബാക്കിൽ കുത്തും, ഫ്രണ്ടിലത്തെ കാല് ചവിട്ടും. നമ്മൾ താത്തയെ തെയ്ത്താം പരവലടവലിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സ്റ്റെപ്പും പിന്നെ ഒരു ധിത്തയും ഈ ഒരു ഡാൻസിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം മനസ്സിലായാലോ, നമ്മൾ ഇരുന്നിട്ടിങ്ങനെ 1 2 3 4 5 6 7 8. ഇനി ഇരിക്കാൻ പാടുള്ളവരാണെങ്കിൽ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ കാലിങ്ങനെ ബാക്കി കുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നാലും മതി. അതാണെങ്കിലും ഓക്കെ കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പഠിച്ച താത്തയെ തെയ്ത്താൻ പോലെ താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഓക്കെ, ഇത്ര മനസ്സിലായോ. ഇനി അടുത്തത് ഇങ്ങനെ താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇനി ലെഫ്റ്റ് കൈ മുകളിൽ പോകുമ്പോൾ അളപത്മം, സൈഡിലോട്ട് പോകും. കൈ താഴ്ന്നു പോകാനും പൊങ്ങി പോകാനും പാടില്ല. നിങ്ങൾ സൈഡിലോട്ട് അത്രയും വളയണം. തിരിച്ച് അതേപോലെ കൈ മുകളിൽ വന്നിട്ട് നേരെ വരും. ഈ സെയിം താത്തയെ തെയ്ത്താം തന്നെ. ഇത് നമ്മൾ പരവലടവിൽ രണ്ടാമത്തെ അടവിൻ്റെ പകുതിയാണേ. അപ്പോൾ ചെയ്താലോ. താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ട് പോകും. താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇത്രയാണ് ആദ്യത്തെ മ്യൂസിക്കിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് പാടി ചെയ്ത് കാണിച്ചു തരാമേ. ആദ്യം മുട്ടുകുത്തിയിരുന്നിട്ട് ഇത്ര മനസ്സിലായോ എല്ലാവർക്കും. ഇനി അടുത്തത് കൈകൾ ഞാൻ പറഞ്ഞുതരാമേ. ഇങ്ങനെ ഹംസപക്ഷം പിടിച്ചിട്ട് ഗുരുവായൂരമ്പലം. ഓക്കെ, 1 2 3 ഗുരുവായൂരമ്പലം. ഇനി ലെഫ്റ്റ് കൈയിൽ അളപത്മം പിടിക്കും, റൈറ്റ് കൈയിൽ ഹംസപക്ഷം. ലെഫ്റ്റ് കൈ ഇങ്ങനെ വയ്ക്കും, റൈറ്റ് കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ശ്രീവൈകുണ്ഠം ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കളിക്കും. ഫ്രണ്ടിലോട്ട് നടന്ന് ഗുരുവായൂരമ്പലം എന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പിൽ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ഫ്രണ്ടിൽ കുത്തും. അപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ് ആ സൈഡിലോട്ട് കണ്ണു നോക്കും.
ശ്രീവൈകുണ്ഠം. ഇനി പതാക രണ്ട് കൈയിലും പിടിച്ചിട്ട് അവിടത്തെ ശംഖമാൺ. 1 2 ഫ്രണ്ടിലോട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണം കേട്ടോ. 2 3 സ്റ്റാർട്ട്. അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. എൻ്റെ കണ്ഠം എന്ന് പറയുമ്പം ഇങ്ങനെ ഠം. എന്നിട്ട് കാളിന്തി പോലെ. കാളിന്തി പോലെ എന്ന് പറയുമ്പം ഇങ്ങനെ. ജനപ്രവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ കാണിക്കുന്നത്. ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ. തൃപ്പതാക ഇങ്ങനെ, വേറെ ഒന്നുമില്ല. ആദ്യം തിരിച്ചു പിടിക്കും, എന്നിട്ട് അത് കമഴ്ത്തും. നോട്ടം ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ. കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ. ഇങ്ങനെ അടിമുടി നമ്മളിങ്ങനെ നോക്കിയിട്ട് തൊഴും. നമുക്ക് വയ്യാഞ്ഞുകൊണ്ട് ഇരുന്ന് മുഴുമണ്ഡലം ഒന്നും ഇരുന്നല്ല ചെയ്തിട്ടുള്ളത്. അത് അഥവാ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കൈകൾ മനസ്സിലായല്ലോ. ഞാൻ കൈ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ. ഇതൊന്ന് ചേർത്ത് കളിക്കാമേ. ഗുരുവായൂരമ്പലം തൊട്ട് 2 3 സ്റ്റാർട്ട്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ. ഇനി ഇതെല്ലാം നമ്മൾ താത്തേതേ തമ്മിൽ കളിക്കും. എങ്ങനാ? ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ. സെയിം കൈ തന്നെ താത്തേതേ തം. ആ താളത്തിന് താ തെയ് തെയ് താം. ഈ ഒരു താളത്തിന് നമ്മൾ ചെയ്യും. മനസ്സിലായോ എല്ലാവർക്കും ഇത്രയും? ഇനി ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ്. അതും ഞാൻ വലിയ ബുദ്ധിമുട്ടുള്ള രീതിക്കൊന്നുമല്ല ഇട്ടിരിക്കുന്നത്. നമ്മളുടെ തിത്തിത്തൈ, അതായത് സമത്തിൽ നിന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം അത് കഴിഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അത്രേ ഉള്ളൂ. ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് റൈറ്റ് കാലെടുക്കുമ്പോൾ റൈറ്റ് കൈ തന്നെ ഇങ്ങനെ അളപത്മം മുമ്പോട്ട്, അപ്പോൾ ലെഫ്റ്റ് കൈ ഇവിടെ ഇരിക്കും. തിരിച്ചു വരുമ്പം ഇങ്ങനെ, ഈ ഒരു രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് കൈയും കാലുമായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സെയിം കൈയിലും കാലിലും തന്നെ ചെയ്യുന്നത്. റൈറ്റ് കോർണറിലോട്ട് 4 തിത്തിത്തൈ, ലെഫ്റ്റ് കോർണറിലോട്ട് 4 തിത്തിത്തൈ. അത്രേ ഉള്ളൂ ആ മ്യൂസിക്കിൻ്റെ പോർഷനെ. ഇത് എളുപ്പത്തിലിട്ട് കേട്ടോ. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാം. കൊച്ചുകുട്ടികൾക്കും ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കേട്ടോ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെയാ? ധിത്തി തെയ് ധിത്തി തെയ് ധിത്തി തെയ് ധിത്തി തെയ്. ഇനി തിരിച്ച് ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോഴും വീണ്ടും നമ്മൾ 4 ധിത്തി തെയ് റൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ധിത്തി തെയ് ധിത്തി തെയ് ധിത്തി തെയ് ധിത്തി തെയ്. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തതിൻ്റെ ഞാൻ കൈ ആദ്യം പറഞ്ഞു തരാം. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നടന്ന് ചെയ്യും, അത് കഴിഞ്ഞ് അതിൻ്റെ താത്തേതാം ചെയ്യും. അപ്പോൾ കൈ ആദ്യം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ലെഫ്റ്റ് കയ്യിൽ പതാക ഇങ്ങനെ തിരിച്ചു പിടിക്കും. റൈറ്റ് കയ്യിൽ മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുന്നത് പോലെ നാരായണീയത്തിൻ. എന്നിട്ട് ലെഫ്റ്റ് കൈ ഇവിടെ പിടിക്കും, റൈറ്റ് കൈ ഇങ്ങനെ ദശകങ്ങൾ താണ്ടി. ഓക്കെ. എന്നിട്ട് നാമജപങ്ങളിൽ തങ്ങി. ഇങ്ങനെ 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 ഇങ്ങനെ. ഈ 3 കൈകളേ ഉള്ളൂ. എന്തൊക്കെയാണ്? 1 2 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി. എന്നിട്ട് ഇതിൻ്റെ താത്തേതേതാം ചെയ്യും. നാരായണീയത്തിൻ
ദശകങ്ങൾ താണ്ടി. ഇനി നാമജപങ്ങൾ പറയുമ്പോൾ താത്തേ തേതാം തന്നെ, പക്ഷെ നമ്മൾ കറങ്ങിയായിരിക്കും ചെയ്യുന്നത്. നാമജപങ്ങളിൽ തങ്ങി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത് അതിൻ്റെ കൈ ഞാൻ പറഞ്ഞുതരാമേ. രണ്ട് കൈയിലും നമ്മൾ കടകാമുഖം പിടിക്കും. എന്നിട്ട് റൈറ്റ് കൈ ഇങ്ങനെ അളപത്മം, മുകളിലെത്തുമ്പോൾ കടകാമുഖം. തിരിച്ച് ലെഫ്റ്റ് കൈ അളപത്മം, കടകാമുഖം. കാല് വരുന്നത് ധി തി തേയ്, ധി തി തേയ്. കാല് ബാക്കിൽ നിന്ന് എടുക്കും. സന്താന ഗോപാലം ആടുമി ബ്രാഹ്മണൻ. നമ്മളിങ്ങനെ ഈ പൂണൂല് കാണിക്കുക. ലെഫ്റ്റ് കൈയിൽ നിങ്ങൾ ശിഖരമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കും. റൈറ്റ് കൈ ഇങ്ങനെ ലാസ്റ്റത്തെ രണ്ട് വിരൽ അകത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കണം. ആടുമി ബ്രാഹ്മണ. എന്നിട്ട് സങ്കടം, ഇങ്ങനെ വിഷമം. സങ്കടം തീർക്കണമേ ജീവിത മൺകുടം കാക്കണമേ. ഓക്കെ, വരിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ എങ്ങനെ? സന്താന ഗോപാലം തൊട്ട് സന്താന ഗോപാലം ആടുമി ബ്രാഹ്മണ സങ്കടം തീർക്കണമേ ജീവിത മൺകുടം കാക്കണമേ. ഇനി നമ്മൾ എഡിറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ അടുത്ത വരിയും അടുത്ത പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൈ വരുന്നത് 1 2. ഇനി തിരിച്ച് ഇപ്പുറത്തെ സൈഡ് അവിടുന്ന് എടുക്കും. 3 4. കാല് വരുന്നത് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. പൂന്താന പാനയിലേ. എന്നിട്ട് ഒരു മുട്ടുകുത്തി, റൈറ്റ് മുട്ടുകുത്തി ഇരിക്കും. റൈറ്റ് കൈ അളപത്മം, ലെഫ്റ്റ് കൈ ശിഖരം. പനി നീര. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്നത് പോലെ പുണ്യതീർത്ഥത്തിൽ മുങ്ങി. കൈ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം 1 2 3 4. എന്നിട്ട് ഇങ്ങനെ പുണ്യതീർത്ഥത്തിൽ മുങ്ങി. രണ്ട് കൈയിലും ഫസ്റ്റ് കടകാമുഖം പിടിച്ചിട്ട് ഇങ്ങനെ കുനിയും, മുങ്ങി. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ താത്തേ തേത്താം കളിക്കും. പൂന്താന പാനയിലെ പനി നീര പുണ്യതീർത്ഥത്തിൽ മുങ്ങി. ഓക്കെ, അടുത്തത് ചെറിയ മഴയുണ്ട്. അടുത്തത് ഫ്രണ്ടിലോട്ട് ധിത്തി ധിത്തി തേ. ആ ഫസ്റ്റ് ധീ ഇങ്ങനെ കുത്തി നിർത്തണം. ധിത്തി തേ. കാല് പൊക്കിയെടുക്കണം. ധിത്തി തേ. കൈ ഇങ്ങനെ കുടമണിയാടുന്നു. ധിത്തി തേ ധിത്തി തേ. മനസ്സിലായോ? എങ്ങനെ ചെയ്യും? എൻ്റെ മനസ്സോട്. മനസ്സ് ഓടക്കുഴലെന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് നോക്കും. നോക്കിയിട്ട് കണ്ണിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇതാണ് സംഭവം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മനസ്സോട് കുഴലായി തീരുമല്ലോ പൊന്നോട് കുഴലായി തീരുമല്ലോ. ഉടനെ തന്നെ ഗുരുവായൂരമ്പലം വീണ്ടും തുടങ്ങും. നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ. അതുവരെ കളിച്ചിട്ട് ബാക്കിലോട്ട് നടക്കും. വാഗചാർത്തിലേക്കോ. ഇങ്ങനെ തൊഴുത് നിൽക്കും. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിനാണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്ത വീഡിയോസൊക്കെ കുറേ പേര് എനിക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും വീഡിയോസ് അയച്ചു തരിക. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും അല്ലാതെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ parvatimayura@gmail.com എന്ന മെയിൽ ID യിലേക്കോ
പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ടോ നിങ്ങൾ DM ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെ അടുത്തടുത്തായിട്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോരോ ട്യൂട്ടോറിയൽസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡാൻസിൻ്റെ പാട്ടുകളും നമ്മൾ സ്റ്റെപ്പിട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം അമർത്തുക. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടെത്താം. അതുവരെ ബൈ.